WMC അമേരിക്ക റീജിയന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ഓൺലൈൻ സൂം ഇവന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ പറയുകയാണ്. ഒരുപക്ഷെ അമേരിക്കൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ന്യൂ ഇയർ ഇവന്റ് മിഡ് ജാനുവരിയിൽ സെലിബ്രേറ്റ് ചെയ്ത് നമുക്ക് അത്ര സർപ്രൈസിംഗ് അല്ല. കാരണം നമ്മൾ എല്ലാ ഒക്കേഷൻസും വളരെ വിപുലമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാണ് അല്ലെ. ഇപ്പൊ ലോകമെമ്പാടുമുള്ള മലയാളികളെ കണക്ട് ചെയ്യുന്ന പല ആവന്യൂസ് ഇന്നുണ്ട്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയ ഒരു കാര്യമാണ് നമുക്കറിയാം WMC എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ടെക്നോളജിയുടെ സാധ്യതകൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന ആളുകൾ ഈ പ്രോഗ്രാം കാണാനായിട്ട് പോവാണ്. അത് തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഒരു പ്രയർ സോങ് ആയിട്ട് തുടങ്ങാം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാക്കിയിടുമേ, നല്ല വാക്കിൻ്റെ ശീത് ചൊല്ലുവാൻ നാവിനാകിയിടുമേ, സ്നേഹമാകുന്ന ഗീതമായെൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടി ഞാൻ ശാന്തി അറിയണമേ. ഭൂമി അമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകിയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നിന്ന് പാടമെന്നുമിൻ മനസ്സിലെഴുതേണമേ. Thank you, Joanna, for that very meaningful prayer song. Next, ഞാൻ അമേരിക്ക റീജിയൻ ജനറൽ സെക്രട്ടറി മിസ്റ്റർ അനീഷ് ജെയിംസിനെ വെൽക്കം ചെയ്യുന്നു for the welcome speech. താങ്ക് യു ചിന. സ്നേഹമുള്ളവരെ, ആദ്യം തന്നെ ഏവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും സ്നേഹാശംസകൾ നേർന്നുകൊള്ളട്ടെ. ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി യേശുവിന്റെ ലാളിത്യവും സ്നേഹവും നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അതുപോലെ ഈ പുതുവത്സരത്തിൽ നമ്മിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് നന്മയുടെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിന്റെയും അതിലെല്ലാം ഉപരി സ്നേഹത്തിന്റെയും പുതിയ മനുഷ്യനെ ധരിക്കുവാൻ അതിനുള്ള അനുഗ്രഹം ജഗദീശൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമേ തന്നെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നമ്മളെല്ലാം സ്നേഹപൂർവ്വം കാപ്പിപ്പൊടി അച്ഛൻ എന്ന് വിളിക്കുന്ന റവറൻ ഫാദർ ജോസഫ് പുത്തൻപുരക്കൽ അച്ഛനെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ അമേരിക്ക റീജിയന്റെ ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി WMCയുടെ എന്ത് പരിപാടിക്കും അകമഴിഞ്ഞ പിന്തുണ നൽകുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട പ്ലേബാക്ക് സിംഗർ രഞ്ജിനി ജോസിനെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് എന്ത് പ്രതിസന്ധികളിലും സധൈര്യം WMC അമേരിക്ക റീജിയനെ മുൻപോട്ട് നയിക്കുന്ന അമേരിക്ക റീജിയന്റെ പ്രസിഡന്റ് ജോൺസൺ തലച്ചെല്ലൂർ. ജോൺസൺ ചേട്ടനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അമേരിക്ക റീജിയന് എന്നും എല്ലാവിധ സഹകരണവും ഗൈഡൻസും നൽകുന്ന ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി സാർ. അദ്ദേഹം ഗ്ലോബൽ EC കഴിഞ്ഞ് ഉറങ്ങാൻ പോയിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇപ്പം നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ഇന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ തീർച്ചയായും ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് WMC ഗ്ലോബലിൽ നിറസാന്നിധ്യമായ അമേരിക്ക റീജിയനിലെ രണ്ട് മഹത് വ്യക്തിത്വങ്ങളെയാണ്. നമ്മുടെ ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള അങ്കിൾ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പിന്റോ കണ്ണംപള്ളി.
രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് അമേരിക്ക റീജിയന്റെ നെടും തൂണ്, അമേരിക്ക റീജിയൻ ചെയർമാൻ ചാക്കോ കോയിക്കലത്ത്. ചാക്കോ അങ്കിളിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ ക്രിസ്മസ് പുതുവത്സര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമേരിക്ക റീജിയന്റെ വൈസ് പ്രസിഡന്റ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ജിപ്സൺ മാത്യു ജേക്കബ്, അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ഗ്ലോബൽ റീജിയണൽ പ്രൊവിൻസ് ഒഫീഷ്യൽസ് ആൻഡ് മെമ്പേഴ്സ് എല്ലാവരെയും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. WMCയുടെ അഭ്യുതകാംക്ഷികളായ ആളുകളും ഇന്ന് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും, നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. Anish James. Sorry. Okay, next we will have a song by Mr. Alexander Papachan, North Texas Province. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി, ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും
മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വെള്ളി നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. വെള്ളി നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. നവസ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തിപ്പാടുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. Thank you, Mr. Alexander Papichun, for that beautiful song. ശരിക്കും ക്രിസ്മസിന്റെ ഒരു ഫീൽ തന്നെ വന്നു. അടുത്തതായിട്ട് ചെയർമാൻസ് അഡ്രസ്സിന് ഐ ഇൻവൈറ്റ് WMC അമേരിക്ക റീജിയൻ ചെയർമാൻ മിസ്റ്റർ ചാക്കോ കോയിക്കലത്ത്. താങ്ക് യു ചിനോ. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികളായ റവറൻ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, പ്ലേബാക്ക് സിംഗർ രഞ്ജിനി ജോസ്, WMC ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ളി, ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഇൻഡോ കണ്ണമ്പള്ളി, അമേരിക്ക റീജിയൻ പ്രസിഡന്റ് ജോൺസൺ തലച്ചെല്ലൂർ, സെക്രട്ടറി അനീഷ് ജെയിംസ്, ബാക്കിയുള്ള അമേരിക്ക റീജിയനിലെയും ഗ്ലോബലിലെയും ലീഡേഴ്സ്, വിശിഷ്ട അതിഥികളെ, അല്പം വൈകിയാണെങ്കിലും നാം ഇന്ന് അമേരിക്ക റീജിയനിൽ നിന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്മസിന്റെ സ്പിരിറ്റ് നമ്മളിൽ നിന്നും പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കുടിച്ച സ്പിരിറ്റിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ. നമ്മൾ അപ്പൊ അതുകൊണ്ട് ആ സ്പിരിറ്റിൽ തന്നെ നമ്മൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അമേരിക്ക റീജിയനെ സംബന്ധിച്ചോളം ഇതൊരു പുതുവത്സരമാണ്. ഈ പുതുവത്സരമാണ് ഒരു പുതിയ തുടക്കം കൂടിയാണ്. കാരണം ഈ വരുന്ന ഒരു വർഷത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അമേരിക്ക റീജിയനിൽ പുതിയതായ പ്രോവിൻസുകളെ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ പ്രോഗ്രാംസ് ഉണ്ട്. ഈ നല്ല വർഷം, വരുന്ന വർഷം നമുക്ക് എന്തിനും നല്ലതിനു വേണ്ടി ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ വിശിഷ്ട അതിഥികളെ പറ്റി പറയുമ്പോഴേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പുത്തൻപുരയ്ക്കൽ അച്ഛൻ. കാരണം അച്ഛൻ ജാതിമത ഭേദമന്യേ എല്ലാ എവിടെയും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി വളരെയേറെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അച്ഛനെ വളരെ നല്ല നർമ്മരസത്തോടു കൂടി അച്ഛൻ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. യൂട്യൂബിലൊക്കെ അച്ഛൻ്റെ വളരെയേറെ വീഡിയോകളുണ്ട്. ഞാൻ മിക്കവാറും അച്ഛൻ്റെ വീഡിയോകൾ കാണും. ഞാനും എൻ്റെ വൈഫും കൂടി ഇരുന്നാണ് കാണുന്നത്. അപ്പോഴേ കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് എനിക്ക് അച്ഛനെ ന്യൂയോർക്കിൽ വെച്ച് പേഴ്സണലായിട്ട് കണ്ട് സംസാരിക്കാൻ ഒരവസരം കിട്ടി. ഏകദേശം 2 മണിക്കൂർ നേരം ഞങ്ങൾ അച്ഛനുമായിട്ട് സംസാരിച്ചു. വളരെ അർത്ഥവത്തായ പല കാര്യങ്ങളും അച്ഛൻ സംസാരിച്ചു. അച്ഛനിൽ നിന്നും പഠിക്കാൻ സാധിച്ചു. അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിശ്ചയമായിട്ടും മനുഷ്യ ജാതിക്ക് അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യവർഗത്തിന് നല്ലത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്കെന്നറിയാം, ഇന്ന് ലോകത്തിലെ പ്രത്യേകിച്ച് കേരളത്തില് ഏറ്റവും കൂടുതൽ
വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതിനെയൊക്കെയും അച്ഛന്റെ ഉപദേശങ്ങൾ കൊണ്ട് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ രഞ്ജിനി ജോസ്, പ്ലേബാക്ക് സിംഗർ രഞ്ജിനി ജോസ് WMC അമേരിക്ക റീജിയനെ കഴിഞ്ഞ നമ്മുടെ കൺവെൻഷന് ന്യൂജേഴ്സിയിൽ വെച്ച് നടന്ന കൺവെൻഷന് വന്ന ഒരു ലൈവ് ഷോ ഉണ്ടായിരുന്നു. സോ രഞ്ജിനി ജോസും നമുക്ക് സുപരിചിതയാണ്. ഇന്നും നമുക്ക് രഞ്ജിനിയുടെ പാട്ടുകളൊക്കെ കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ഓരോരുത്തരും, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി സാറും, അതുപോലെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പിന്റോ കന്നമ്പള്ളിയും ഒക്കെയും വേൾഡ് മലയാളി ഇന്ന് ഗ്ലോബൽ EC മീറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ എനിക്ക് അതിന് കൂടാൻ പറ്റിയില്ല. എന്നാൽ അതിൽ നടന്ന കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് സംസാരിക്കും. അതിനെപ്പറ്റി അപ്ഡേറ്റ് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലായിട്ട് അമേരിക്ക റീജിയന്റെ കാര്യങ്ങളൊക്കെയും നമ്മുടെ പ്രസിഡന്റ് ജോൺസൺ സംസാരിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നമുക്ക് ഇന്ന് കൂടി വരുവാനും ഈ നല്ല സായാഹ്നത്തിൽ ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയുമായ സ്മരണകൾ അയവിറക്കാനും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് നല്ലൊരു വർഷം ജഗദീശ്വരൻ നമ്മളെ നടത്തട്ടെ, അതിന് വാഗ്ദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം, അതുപോലെ കഴിവുകളും ഈ അമേരിക്ക റീജിയന് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നത്രയും ചെലവാക്കണം. എന്നിട്ട് ഈ അമേരിക്ക റീജിയനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തരും ശ്രമിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും തയ്യാറെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുമസിന്റേതും ന്യൂ ഇയറിന്റേതായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. Chako Koilathu, for that wonderful shaman message. അടുത്തതായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഡാൻസ് ആണ്. മാലിനി നായർ ആൻഡ് ഗ്രൂപ്പ് ഫ്രം ഓൾ വിമൻ പ്രൊവിൻസ്, ന്യൂ ജേഴ്സി. கண்ணாலே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்துக் கொண்டு ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேரை நானும், உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடம் மாறும் ஏனோ.
മനസ്സിലെ വച്ചിക്ക ഒരു നിസ്സാര பார்வையின் வேகம் வேகம் உன்னோடு நான் கண்டு கொண்டேன் ஒரு பெண்ணோடு தோன்றிடும் தாபம் தாபம் என்னோடு நான் கண்டு கொண்டேன் என்னை மறந்து விட்டேன் இந்த உலகத்தில் நான் இல்லை உன்னை இழந்து விட்டால் இந்த மலரிலும் தேனில்லை இது கனவா இல்லை நினைவா என்னை கிள்ளி உண்மை தெளிந்தேன் உன்னை பார்த்திருந்த தாய்மொழி மறந்தேன் கண்ணாலே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களை பறித்துக் கொண்டு ஏன் இன்னும் பேசவில்லை ஆளான ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேரை நானும் உன் பேரும் என் பேரும் தெரியாமலே உள்ளங்களிடம் மாறும் ஏனோ வாய் பேசவே வாய்ப்பில்லையே வழி தீர வழி என்னவோ கண்ணாலே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களை பறித்துக் கொண்டு ஏன் இன்னும் பேசவில்லை கண்ணாலே Thank you, Malini Nair and team, for such a beautiful performance to an evergreen song. Amazing. So next, I would like to invite Mr. Johnson Talashalur, America Region President, for the presidential address. താങ്ക് യു ചിനോബ്. ബഹുമാനപ്പെട്ട പല വിശിഷ്ടാതിഥികൾക്കും ഇന്ന് ഇവിടെ എത്താൻ സാധിച്ചില്ല. ഞാൻ അച്ഛനെ ഇന്നലെ വൈകിട്ടും സംസാരിച്ചതാണ്. കറാമെന്ന് പറഞ്ഞു, എന്തുകൊണ്ടോ ടൈം ഡിഫറൻസ് കൊണ്ടായിരിക്കും he couldn't get in. I'm still trying him. Hopefully he will join us soon. Yeah, anyway, we are not going to wait for that. We're going to we will go on with our program. ബഹുമാനപ്പെട്ട America Region Chairman Chaco Koikaleth, our General Secretary Anish James, and rest of the America Region officials, global officials, and province officials. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. അമേരിക്ക റീജിയനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വർഷമാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ പല പ്രോഗ്രാമും പല പ്രൊവിൻസുകളിൽ പല ക്രിസ്മസ് കൂടിക്കഴിഞ്ഞു. ഇവിടെ നോർത്ത് ടെക്സസ് പ്രൊവിൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം കഴിഞ്ഞ സാറ്റർഡേ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഫ്ലവേഴ്സ് ടി-വിയിൽ ആ ഷോയുടെ ഒരു പ്രിവ്യൂ അല്ല, ആക്ച്വലി അതിന്റെ ഒരു ഷോ തന്നെ അവർ ഇന്ന് കാണിച്ചിരുന്നു രാവിലെ. അത് റെക്കോർഡിങ്ങിലുണ്ട്. ഇഫ് എനിബഡി മിസ്ഡ് ഇറ്റ്, യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് സീ ഇറ്റ്. അതിനുശേഷം ഞങ്ങൾ സൺഡേയില് ന്യൂയോർക്ക് പ്രോവിൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിച്ചു. ഇന്ന് നമ്മൾ അമേരിക്ക റീജിയന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. അപ്പോൾ ജനുവരി മുഴുവൻ ഇങ്ങനെ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്ക റീജിയൻ ജസ്റ്റ് ക്രിസ്മസ് അല്ലെങ്കിൽ ഓണം മാത്രമല്ല, നമ്മൾ വളരെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. യൂത്തിന് പ്രയോജനപ്പെടുന്ന പല സെമിനാറുകൾ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ബൈക്ക് റാലി നമ്മൾ നോർത്ത് അമേരിക്കയുടെ നോർത്തില് ന്യൂയോർക്കിൽ തുടങ്ങി ടെക്സസ് അല്ലെങ്കിൽ ഫ്ലോറിഡയിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ബൈക്ക് റാലി ഈ സമ്മറിൽ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ വേറൊരു സംഗതി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഇപ്പോഴത്തെ ഈ കമ്മിറ്റി നിലവിൽ വന്നിട്ട് ഈ മാസം മെയ്യില് ഒരു വർഷം തികയാണ്. അപ്പോൾ ഒരു ആനുവൽ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നു. അത് മിക്കവാറും ഒരു ക്രൂസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജൂലൈ മിഡിലോടുകൂടി നമ്മളൊരു ആനുവൽ ഗെറ്റ് ടുഗദർ അമേരിക്ക റീജിയന്റെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും നിങ്ങളുടെ വെക്കേഷനൊക്കെ ആ സമയത്തേക്ക് ഓപ്പൺ ആക്കി ഇട്ടിട്ട് ആ ഗെറ്റ് ടുഗദറിനകത്ത് നിങ്ങളേവരും പങ്കെടുക്കണം. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ അഡൽസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ്, lot of people, they make money, probably they may not know where to invest, how to make it multiply, those kind of things, it may be useful for some people. I know most of you are pretty smart and you know how to invest and you must be doing it, but there are some people, they may not know it. So we are doing a financial seminar for those who are interested in that. അതുപോലെ തന്നെ യൂത്ത് ഫോറത്തിന്റെ യൂത്തിന് പ്രയോജനമുള്ള പല സംഗതികളും നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അവരിൽ നിന്ന് തന്നെ അവർക്ക് താല്പര്യമുള്ള പ്രയോജനമുള്ള സംഗതികൾ ചോദിച്ചറിഞ്ഞ് അതിനുള്ള സെമിനാറുകളാണ് നമ്മൾ നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അമേരിക്ക റീജിയൻ, it's in the mode of expansion. We need more provinces. End of this January, we are inaugurating a province in Alberta, Canada. Thanks to Gibson and also Thomas Arambangudi from Global. He's a global VP organization. അവരുടെ രണ്ടുപേരുടെയും പ്രയത്നത്തിന്റെ ഫലമായിട്ട് നമുക്ക് ആൽബർട്ടയിൽ ഈ മാസം അവസാനം ഒരു പ്രോവിൻസ് നമ്മൾ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ കാലിഫോർണിയ പ്രോവിൻസ് ബിജോയും and also Shino is here. There are a lot of people from San Diego and San Jose. So right now we are planning to do a California province, even though their cities are a little bit far. Later on, I guess, when we have more people, we will have provinces in San Diego, San Jose, Sacramento, and so forth. That also, hopefully, we can inaugurate the first week of February. So, ഈ പറഞ്ഞ സംഗതികളെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. നിങ്ങൾക്കൊക്കെ ഈ സ്ഥലത്ത് കാലിഫോർണിയയിലോ ആൽബർട്ടയിലോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ we will talk to them, we will coordinate with them, and we will get that province inaugurated. So far right now we have about 15 provinces in Canada and North America. Altogether, all over the world, we have more than 40 provinces. Pretty much any country you name it, we have a province there. Without further ado, let me conclude by saying, once again, I wish you all a Merry Christmas and a Happy New Year. Thank you very much. Thank you, Mr. Johnson Thalshalur, for your presidential address and for sharing your vision for the upcoming year and plans for expansion. I hope everything works out as planned for 2023. Aduthaayittu we have a song by Tiana Shan Matthew, North Texas Province. कोई कैसे उन्हें समझाए, सोचनिया के मन में
Thank you for that wonderful song, Tiana. You're blessed with such a beautiful voice. It was a treat to watch you as well as listen to you. ഓക്കെ, അടുത്തത് മലയാളികൾക്ക് ഒത്തിരി ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മിസ് രഞ്ജിനി ജോസ് ഒരു സിംഗറാണ്, ആക്ടർ, മ്യൂസിഷ്യൻ, സ്വന്തമായിട്ടൊരു ബാൻഡ്, ഏക എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട്. അങ്ങനെ more than 20 years ആയിട്ട് മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് രഞ്ജിനി ജോസ്. Unfortunately, she couldn't join with us today, but she has sent us a video. So let's get into that. ഹായ് എവ്രി വൺ, ഗുഡ് ഈവനിങ്. ഇത് രഞ്ജിനി ജോസ്. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് ഇപ്പോൾ. അപ്പോൾ ഇതിൽ വന്ന് നിങ്ങളെ ഒന്ന് അഭിസംബോധന ചെയ്യുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വിഷ് യു ഓൾ എ വെരി വെരി ബിലേറ്റഡ് ക്രിസ്മസ് ആൻഡ് വെരി പ്രോസ്പെറസ് ന്യൂ ഇയർ അഹെഡ്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കോവിഡ് ഒരു വല്ലാത്ത ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അതിൽ നിന്ന് മാറി കഴിഞ്ഞ കൊല്ലം എനിക്ക് US വന്ന് നിങ്ങളെല്ലാവരെയും വീണ്ടും വീണ്ടും കാണാൻ കഴിഞ്ഞു. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഇനിയും എല്ലാവരെയും വന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും വേൾഡ് മലയാളി കൗൺസിലിന്റെ അമേരിക്ക റീജിയനിന്റെ എല്ലാ ഓഫീസ് ബെയറേഴ്സിനും ഒരുപാടധികം വിഷസ് ഫോർ ദി ഇയർ അഹെഡ്. ലെറ്റ് മീ മെൻഷൻ എ ഫ്യൂ നെയിംസ്. ചാക്കോ കൊയ്ക്കാലത്ത്, ജോൺസൺ, അനീഷ്, ഗിബ്സൺ, ഗോപാലപിള്ളൈ, പിന്റു, ജിനു, ജോൺ, സാംസൺ, എല്ലാവർക്കും ഒരുപാടധികം വിഷസ്. എല്ലാവരും നല്ലൊരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളും, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായി തീരുവാനും ഫലപ്രദമാവാനും ഞാൻ ആശംസിക്കുന്നു. Wish you all once again a very 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 happy new year, prosperous one. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും. Thank you so much. Thank you, Ranjini. ലൈവ് ആയിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു പാട്ട് പാടാനായിട്ട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു അല്ലേ? Thank you for the wonderful message. All right, I would like to invite Mr. Pinto Chaco, Global General Secretary, for felicitation. Thank you, Chino. വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റിയതില്. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു മാരത്തോൺ മീറ്റിംഗ്, EC മീറ്റിംഗ് ഗ്ലോബലിന്റെ കഴിഞ്ഞു. ഏകദേശം 4-4.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലർക്കും ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്. സോ ക്ഷമാപണത്തോടെ എല്ലാവർക്കും, ഗ്ലോബൽ ഭാരവാഹികൾ ജോയിൻ ചെയ്യാത്തതിന്റെ ക്ഷമാപണത്തോടെ ഞാൻ തുടങ്ങട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം കാപ്പപ്പടി അച്ഛൻ എന്ന് പറയുന്ന പുത്തൻപുരയ്ക്കൽ അച്ഛൻ, പ്ലേബാക്ക് സിംഗർ രഞ്ജിനി ജോസ്, അമേരിക്ക റീജിയൻ ചെയർമാൻ ചാക്കോ കൊയ്ക്കിലത്ത്, പ്രസിഡന്റ് ജോൺസൺ തലച്ചില്ലൂർ, സെക്രട്ടറി അനീഷ് ജെയിംസ്, അതുപോലെ മറ്റുള്ള എല്ലാ അമേരിക്ക റീജിയൻ ഭാരവാഹികളെ, വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഈ ഒരു സുദിനത്തില്, ഈ ഒരു വേളയില് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ സാധിച്ചതില്. ക്രിസ്മസും ന്യൂ ഇയറും മനോഹരമായിട്ട് ആഘോഷിക്കുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ഒരു വർഷത്തെ അതിന്റെ ഒരു അവസാനം ക്രിസ്മസ് വരുന്നു, മറ്റൊരു തുടക്കം ന്യൂ ഇയറിൽ തുടങ്ങുന്നു. അപ്പം പലതും നമ്മള് ഒരു തിരിഞ്ഞു നോട്ടമാണ്. ക്രിസ്മസ് എൻഡ് ഓഫ് ദി ഇയർ വരുമ്പോഴേത്തിന് ഒരു തിരിഞ്ഞു നോട്ടം വരുന്നു. അതുപോലെ തന്നെ ന്യൂ ഇയറിലും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തുക, പുതിയതായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മളെ ക്രിസ്മസിനും ന്യൂ ഇയറിനും പലരും റെസൊല്യൂഷനായിട്ടും ഒക്കെ എടുക്കുന്നത്. എനിവേ, അമേരിക്ക റീജിയന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ സർവ്വവിധ പിന്തുണയുമുണ്ട്. ഗ്ലോബലിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നേരത്തെ നമ്മുടെ ചെയർമാൻ ചാക്കോ കൊയ്ക്കിലത്ത് സൂചിപ്പിച്ചായിരുന്നു ഗ്ലോബൽ കാര്യങ്ങളെ പറ്റി ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരുമായിരിക്കുമെന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ 1 മിനിറ്റ് എടുത്ത് ഇന്ന് ഗ്ലോബൽ നടന്ന ചർച്ചയുടെ സംക്ഷിപ്ത രൂപം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വേൾഡ് മലയാളി സെന്റർ കേരളത്തിന്റെ സ്ഥിരാകേന്ദ്രമായ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അത് തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 20,000 മുതൽ 30,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പല സൗകര്യങ്ങളും ഉണ്ട്. ഒഫീഷ്യൽ മീറ്റിങ്ങിനും അതുപോലെ തന്നെ ചെറിയ കോൺഫറൻസുകൾ നടത്താനുമുള്ള ഒരു സംവിധാനമാണ് നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നത്. അതൊരു ഗ്ലോബൽ ഒരു പ്ലേസ്, എല്ലാ മനുഷ്യർക്കും, മലയാളികളായിട്ടുള്ള, വിദേശികളായിട്ട് ഉള്ള, പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും വരാനും അവിടെ വന്ന് അവിടുത്തെ ലൈബ്രറി സന്ദർശിക്കാനും, അവരുടെ ഒരു ചെറിയ മ്യൂസിയം പോലെ നമ്മൾ രൂപീകരിക്കുന്നുണ്ട്, അത് സന്ദർശിക്കാനും ഒക്കെയുള്ള ഒരു വേദിയും അവസരവും, അവിടെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗ്ലോബലിന്റെ വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ തീരുമാനിച്ച ഒരു കാര്യം.
അത് അതിൻ്റെ ശൈശവ ദശയിലാണ്. പല കാര്യങ്ങളും അത് നടത്താനുണ്ട്, ഒരുപാട് പണം കണ്ടെത്താനുണ്ട്. അത് നമുക്ക് വിവിധ രാജ്യങ്ങളിലുള്ള പ്രൊവിൻസുകളും റീജിയനുകളും അതിനുവേണ്ടി മുൻകൈ എടുത്ത് നമുക്ക് പണസമാഹരണവും മറ്റുള്ള കാര്യങ്ങളും നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങളെയൊക്കെ അറിയിക്കുന്നതാണ്. പിന്നെ അടുത്തത് നമുക്ക് ധാരാളം പ്രോജക്റ്റുകളുണ്ട്, ഫോറംസ് ഉണ്ട്. അപ്പൊ ആ ഫോറംസിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത് മെഡിക്കൽ ഫോറം ഉണ്ട്, അതുപോലെ തന്നെ NRK ഫോറം ഉണ്ട്, ബിസിനസ് ഫോറം ഉണ്ട്, യൂത്ത് ഉണ്ട്, വിമൻ ഫോറം ഉണ്ട്, അതുപോലെ പല ലിറ്റററി ഫോറം ഉണ്ട്. അവരവർക്ക് വേണ്ടിയ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള ഫോറങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാനും നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ സ്കിൽസും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും പറ്റുന്ന ഒരു വേദിയാണ്. ഗ്ലോബൽ തലത്തിൽ മറ്റുള്ള സംഘടനകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഘടനയും സാധാരണ കാണില്ല. നമുക്ക് വിവിധ രാജ്യങ്ങളിലും വിവിധ ഏരിയകളിലും ഉള്ളതുകൊണ്ട് നമുക്ക് വിവിധ ആൾക്കാരുമായിട്ട് സംസാരിക്കാനും സമ്പർക്കപ്പെടാനും അവരുടെ ആശയങ്ങൾ വിനിമയം ചെയ്യാനും ഒക്കെയുള്ള ഒരു വേദിയാണ് ഈ ഗ്ലോബൽ ഫോറങ്ങൾ. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ എന്തെങ്കിലും കഴിവുകളെ അമേരിക്ക റീജിയനിൽ നിന്ന് ആർക്കെങ്കിലും ഈ ഫോറങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോൺസൺ തലച്ചെല്ലൂരിനെ, അനീഷ് ജെയിംസിനെ, അല്ലെ ചാക്കോ അങ്കിളിനെ, ഇവരെയൊക്കെ നിങ്ങൾ സമീപിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുക. തീർച്ചയായും നിങ്ങൾ ഈ ഗ്ലോബൽ ഫോറങ്ങളിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു വേദി സജ്ജമാക്കി തരുന്നതായിരിക്കും. ഇനിയും മെഡിക്കൽ ഫോറത്തിന്റെ ധാരാളം ഹെൽപ്പ് ലൈൻ ഉണ്ട്. അതായത് നമുക്ക് മെന്റൽ ട്രബിൾസ് ഉണ്ട്, ഫിസിക്കൽ ട്രബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ചോദിക്കാനുള്ള ഒരു വേദിയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് വേണ്ടിയ ഗൈഡൻസ്, നിങ്ങളുടെ എന്തെങ്കിലും ഒരു സപ്പോർട്ട്, ഹെൽപ്പ്, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 200ഓളം മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചേരുന്നതാണ് മെഡിക്കൽ ഫോറം നമ്മുടെ. അപ്പൊ ആ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഫോറത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് സമീപിച്ച് അവരോട് സംസാരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങള് സാധിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫോറം ഉണ്ട്. ഈ എഡ്യൂക്കേഷൻ ഫോറത്തില് കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനും അതുപോലെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലെ എന്താണ് അവരുടെ കരിക്കുലം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ സിസ്റ്റം എന്താണ്, അവിടെ ഏതൊക്കെ കോഴ്സുകൾ നമുക്ക് ചേരാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഫാദർ മാത്യു അച്ഛന്റെ നേതൃത്വത്തിലെ ഒരു എഡ്യൂക്കേഷൻ ഫോറം ഉണ്ട്. അപ്പൊ ആ വിധ മേഖലയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ബിസിനസ് ഫോറം വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ബിസിനസ് ഫോറത്തിന്. അവരെ പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാരെ അവരുടെ വാർദ്ധക്യത്തില് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇൻഷുറൻസ് ഫോറം നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ, ഇപ്പം കേരളത്തിലെ മുതൽ മുടക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വിവിധ മേഖലകളുണ്ട്. നമ്മളെ ഇപ്പം ഡാറ്റ മൈനിങ്, ഡാറ്റ എഞ്ചിനീയറിങ്, ഇന്ന് പറഞ്ഞ പോലെ അത് പുതുപുത്തൻ മേഖലകളാണ്. എന്ന് വേണ്ട റീറ്റെയിൽ മേഖലകളിലാണെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ റീറ്റെയിൽ മേഖലയിലാണെങ്കിലും എന്തെങ്കിലും സഹായങ്ങളെ അതുപോലത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഉപദേശങ്ങളും അതിനുള്ള പരിജ്ഞാനവും ഉള്ള ആൾക്കാരെ ഈ ഫോറങ്ങളിലുണ്ട്. അതൊരു അഡ്വക്കേറ്റ് ആണ് അത് ലീഡ് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് ആന്റണി. അദ്ദേഹം വയനാട്ടിലാണുള്ളത്. അപ്പൊ അദ്ദേഹവുമായോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരെങ്കിലുമായിട്ടോ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങൾ കിട്ടുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ പല മേഖല. ഇനി NRK ഫോറം അതുപോലെ തന്നെ എല്ലാ ഒരു പ്രവാസിക്ക് വേണ്ടുന്ന കാര്യങ്ങള് ഇപ്പം സാറിന് നമുക്കൊന്നും അറിയത്തില്ല. ഇപ്പം നമുക്ക് പല ആംബുലൻസ് പരിരക്ഷ ഇപ്പം കേരളത്തിലെ ഏതെങ്കിലും എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഒരു ആംബുലൻസ് പരിരക്ഷ വേണമെന്നുണ്ടെങ്കിൽ NRK ഫോറത്തിലെ മെമ്പർ ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഈ ആംബുലൻസ് പരിരക്ഷ കിട്ടും. എല്ലാവർക്കും അത് വരാതിരിക്കട്ടെ, ഇൻ കേസ് എമർജൻസി അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അവർക്കും 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പ്രൊട്ടക്ഷന്, അങ്ങനെ ഒരുപാട് മേഖലകളിലെ ഈ വിധ ആൾക്കാരെ പരിചയമുള്ള ആൾക്കാരും എല്ലാം ചേർത്തിണക്കിയാണ് നമ്മൾ ഫോറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങളെ വേൾഡ് മലയാളി കൗൺസിലുമായി പ്രവർത്തിക്കുമ്പോഴത്തിന് ഈ വിധ ഹെൽപ്പുകളെ, ഈ വിധ സഹകരണങ്ങളെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണങ്ങളും എല്ലാം കിട്ടുന്നു. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ഫോറങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുക. ആർക്കെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഈവൻ ഒരു വേൾഡ് മലയാളി കൗൺസിൽ മെമ്പർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവരോട് പറഞ്ഞ് ഈ നമ്മളുടെ സഹായങ്ങൾ അവരിൽ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. എല്ലാവർക്കും ഞാൻ അധികം സമയം എടുക്കുന്നില്ല. അപ്പൊ ഈ വിധ കാര്യങ്ങളാണ് നമ്മുടെ EC മീറ്റിംഗിൽ പറഞ്ഞത്. ചാക്കോങ്ങളെ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. എല്ലാവർക്കും
ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു മിസ്റ്റർ പിന്റോ ചാക്കോ. ഇത്ര ബ്രോഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ പറഞ്ഞു തന്നതിനും വളരെ ഇൻഫർമേഷണൽ ആയിട്ടുള്ള ഒരു സ്പീച്ച് പറഞ്ഞതിനും. അടുത്തായിട്ട് വി ഹാവ് എ ഗ്രൂപ്പ് സോങ് ബൈ ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസ്. Thank you to the team from British Columbia province for that energetic dance performance. അടുത്തതൊരു ഗ്രൂപ്പ് സോങ് ആണ്, സോങ് മെഡ്ലി ബൈ സിംഗിങ് സിസ്റ്റേഴ്സ് സാൻഡ്ര മറിയ, അമൃത ലിസ് and Evelyn Joy. They're from North Texas province. Thank you singing sisters for that beautiful performance. ഒരുപാട് nostalgic ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റി. അടുത്തായിട്ട് I invite America Region Advisory Board Chairman Mr. Philip Thomas for felicitation speech. ഹലോ, എല്ലാവർക്കും എന്നെ കേൾക്കാമോ? കേൾക്കാം. Loud and clear. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിശിഷ്ട അതിഥിയായ പുത്തമ്പരികൽ അച്ഛൻ, ഞങ്ങളുടെ സ്പെഷ്യൽ സിംഗറായിട്ട്
മെസ്സേജ് തന്ന പ്രിയപ്പെട്ട രഞ്ജനി, അതുപോലെ തന്നെ ഗ്ലോബൽ, റീജിയണൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലീഡേഴ്സ്. It's a great occasion in my life to say a few words in the new year. We don't know how many of we are going to be surviving each and every year due to this COVID season. So it is a very happy mood in my life to say Happy New Year to all of you and a belated Christmas wishes. It is a pleasure for me to say one word, that World Malayali Council has been very well doing their opportunities and availabilities globally, regionally, and provision-wise. And we have to improve. We have to do a lot of things around us. And I encourage especially Chako Koikalit and Johnston Thalachillu to do, and the team, to do a better job. And I think they are doing a very great job, and I really appreciate that. And I wish each and every one who is listening me, may God bless you. Every one of you have a wonderful day, wonderful time, wonderful new year. Thank you. Thank you, Mr. Philip Thomas, for your wishes for us. അടുത്തായിട്ട് ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് ന്യൂയോർക്ക് പ്രൊവിൻസിൽ നിന്നും. Ready? കാത്തുപാലിക്കുന്ന ദൈവം, കാത്തുപാലിക്കുന്ന ദൈവം, കണ്ണിമ പൂട്ടിടാതെ കാത്തുപാലിക്കുന്ന ദൈവം, ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ഉണരുമ്പോൾ എന്നെ കാക്കുന്ന ദൈവം. കണ്ണിമ പൂട്ടിടാതെ കാത്തുപാലിക്കുന്ന ദൈവം, ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ഉണരുമ്പോൾ എന്നെ കാക്കുന്ന ദൈവം. ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ഉണരുമ്പോൾ എന്നെ കാക്കുന്ന ദൈവം. കണ്ണിമ പൂട്ടിടാതെ. എൻ മുഖം പാടിടുമ്പോൾ എൻ കൂട്ടുകാരനായി വന്നു. എൻ മുഖം പാടിടുമ്പോൾ എൻ കൂട്ടുകാരനായി വന്നു. എൻ കണ്ണു നിറയുമ്പോൾ എന്നെ താലോടാനായി വന്നു. എൻ കണ്ണു നിറയുമ്പോൾ എന്നെ താലോടാനായി വന്നു. ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ഉണരുമ്പോൾ എന്നെ കാക്കുന്ന ദൈവം. ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ഉണരുമ്പോൾ എന്നെ കാക്കുന്ന ദൈവം. We love you, Jesus Christ. We praise you, Jesus Christ. We love you, Jesus Christ. We praise you, Jesus Christ. We love you, we praise you. We love you, we praise you. In all times, in all times.
cute performance. Future of WMC, അല്ലേ? അവിടെ, right there. അടുത്തത്, I invite Mr. Gibson Matthew Jacob, American VP Organization for felicitation. Thank you, Chino. WMC Global Regional Provincial Officials, guest MC, EC members, other members, everyone namaskaram. നമ്മുടെ WMC അമേരിക്ക റീജിയൻ്റെ ഈ വർഷത്തെ പരിപാടികൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനോട് ആരംഭിക്കാൻ സാധിച്ച് സന്തോഷിക്കുന്നു. ഇങ്ങനെ ഒരു മനോഹരമായ പരിപാടി ഇവിടെ ക്രമീകരിച്ച ചെയർമാൻ ചാക്കോ അങ്കിൾ, പ്രസിഡന്റ് ജോൺസൺ അങ്കിൾ, സെക്രട്ടറി അനീഷ്, പ്രത്യേകമായ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കഴിഞ്ഞ അനേക നാളുകളിൽ നമ്മുടെ ഈ WMC എന്ന വലിയ പ്രസ്ഥാനം സമൂഹത്തിൽ പലർക്കും താങ്ങും തണലുമായി നിന്ന ഒരു വലിയ മഹത്തായ പ്രസ്ഥാനമാണ്. ഈ വർഷവും നമ്മൾ ആഗ്രഹിക്കുന്ന, വിചാരിച്ചിരിക്കുന്ന, തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പ്രോഗ്രാമുകളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിലും നമ്മുടെ അനേകം പ്രൊവിൻസുകളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷനും സപ്പോർട്ടും നമുക്ക് ലഭിക്കുകയുണ്ടായി. തുടർന്നും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പാർട്ടിസിപ്പേഷനും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഒരു നല്ല പുതുവത്സരം ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു. Thank you, Mr. Gibson Matthew, for your wonderful wishes for WMC. അടുത്തായിട്ട് we have a song duet by Angela and Abel Sony from Florida Province. മരുഭൂവിൻ വഴി
സ്വർഗീയ ഗാനം കേട്ടു, അവർ താങ്ങിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ വാഴും ഋഷിമാനാഥനെ കണ്ടു, മറിയാസുതനായി പുൽക്കൂട്ടിൽ വാഴും ഋഷിമാനാഥനെ കണ്ടു. ദൂരെ നിന്നു, ദൂരെ നിന്നു, മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്ന് രാജാക്കന്മാരെത്തി. Thank you, Angela and Abel, for that beautiful nostalgic Christmas song. അടുത്തത് ഗ്രൂപ്പ് ഡാൻസ് ആണ്, ഹൂസ്റ്റൺ പ്രൊവിൻസിൽ നിന്നും. പാട്ട് മാറിയെന്ന് നിങ്ങളുള്ള ഏതെങ്കിലും പാട്ടുണ്ട് മണ്ണിന് മീതെയുള്ള എല്ലാ പാട്ടും ഡാൻസും ഈ ജഗന്നാഥന് സമമാണ്. അതെങ്ങനെ ഇട ഒന്നിനും കളിക്കാൻ അറിയാൻ പാടില്ലല്ലേ, ഉള്ളതൊരു കളിക്കാൻ. എന്റെ സ്ഥലത്ത് ഒരു ന്യൂജൻ പാടാൻ പറ്റൂ.
Thank you to the team from Houston for such an entertaining dance. അടുത്തത് നമുക്ക് ഗ്രൂപ്പ് സോങ് ആണ് ഫ്രം ആൽബർട്ട പ്രൊവിൻസ്. രണ്ട് ഗ്രൂപ്പ് ഡാൻസസ് ഉണ്ട്. ആദ്യത്തെ ഡാൻസ് ഇസ് ബീങ് പെർഫോം ബൈ ദേവിത ദീപു ആൻഡ് അന്ന ഷെറിയൻ. ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ, മൂൺ വാക്കുമില്ലാടാ, സ്റ്റാറും അല്ലാടാ, ഒന്നും അല്ലാടാ, എന്നാലും നാട്ടാരെ എന്നാട്ടിൽ ഞാൻ രാജാ, മത്താരെ കിക്കാനെ മച്ചാനെ ഈ പാട്ടിന് ഡാൻസ് കളി. Thank you, Devita and Anna, for that lovely dance performance. അടുത്തതും ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് ഫ്രം ആൽബർട്ട പ്രൊവിൻസ്, പെർഫോം ബൈ മാധവി ഉണ്ണിത്താൻ, സുഷ്മി സുകുമാരൻ, ദിവ്യ ലാലി ജോൺ, തുലിക ഷൈൻ ആൻഡ് പ്രിയ നമ്പൂതിരി. Pang
നീ നെഞ്ചിരുന്ന് പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല് തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണോരാൽ മരത്തിൻ ചോട്ടിലിരിക്കണ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല് തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് Thank you for the lovely dance from a team from Alberta province. അടുത്തതായിട്ട് for Christmas New Year Jeopardy, I invite Mr. Jason Kalyankara from South Jersey. Okay, thank you. Can you all hear me? Yes. Yes, we can hear loud and clear. Yeah. First of all, apologize. I mean, ഞാൻ actually outside ആണ്, അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യുന്നില്ല. എങ്ങാനും നെറ്റ്വർക്കിംഗ് പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ചിട്ടാണ്. ഞാനിതിന്റെ റൂൾസ് ഒന്ന് പറയാം. നമ്മളൊരു കുറച്ച് ന്യൂ ഇയറിന്റെയും ക്രിസ്മസിന്റെയും കുറച്ചൊന്ന് കൂടുതലായിട്ട് അറിയാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ സൂമില് ഒരു റേസ് ഹാൻഡ് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. സോ അപ്പോ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ റേസ് ഹാൻഡ് ഓപ്ഷൻ ഉപയോഗിക്കുക. അതിൽ സൂമിൽ അത് ഇൻ ഓർഡറിലായിരിക്കും. ആരാണോ ഫസ്റ്റ് ഹാൻഡ് റേസ് ചെയ്യുന്നത് അവരുടെ ഇതായിരിക്കും ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ അവര് ആൻസർ പറയുക. അത് കഴിഞ്ഞ് അവർ ആ ആൻസർ ശരിയല്ല എങ്കിൽ നമ്മൾ അടുത്ത ആളിലേക്ക് ഇത് പാസ് ചെയ്യാം. അല്ല ആൻസർ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യും.
ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം ഇതാണ്. സോ നമ്മുടെ ഈ ടൈം സ്ക്വയറിലെ ന്യൂ ഇയർ ഡേയുടെ അന്ന് നമ്മുടെ ടൈം സ്ക്വയറിലെ ഈ ബോൾ ഡ്രോപ്പിംഗ് സെറമണി വളരെ വളരെ ഫേമസ് ആണല്ലോ അല്ലെ? പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ ഡിഡ് ദ ന്യൂ ഇയേഴ്സ് ഈവ് ബോൾ ഫസ്റ്റ് ഡ്രോപ്പ് ഇൻ ടൈം സ്ക്വയർ? ഏത് വർഷമാണ് ആദ്യമായിട്ട് ന്യൂ ഇയേഴ്സ് ഈവില് ടൈം സ്ക്വയറിൽ ബോൾ ഡ്രോപ്പിംഗ് സെറമണി സ്റ്റാർട്ട് ചെയ്തത്? അറിയാവുന്നവരുണ്ടെങ്കിൽ കൈപ്പൊക്കുക, ഗസ് വർക്കും കുഴപ്പമില്ല. ആരും ഞാൻ കാണാത്തല്ലോ അല്ലെ? എല്ലാരും ഗൂഗിൾ ചെയ്യുക. എല്ലാരും ഗൂഗിൾ ചെയ്ത് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇതൊരു ഗസ് വർക്ക് അടിക്കും. ആരുടെയും കൈവങ്ങി കണ്ടില്ല. ഗൂഗിൾ ചെയ്തിട്ട് കിട്ടിയോ? ജോണി 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 JK ഫോൺ 1991 ഒരുപാട് ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞാ ഈ അടുത്താണ്. അതല്ല, കറക്റ്റ് ആൻസർ അല്ല അത്. അത് കഴിഞ്ഞിട്ട് തോമസ് മാത്യു ഒരു പിന്റോയും പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തോമസ് മാത്യു സാർ പറഞ്ഞോ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. തോമസ് മാത്യു സാർ മ്യൂട്ടിലാണ്. ഗൂഗിൾ തപ്പി കിട്ടിയില്ലേ? കറക്റ്റ് ആൻസർ ആണ് 1907 ആണ് കറക്റ്റ് ആൻസർ. 1907 ഫസ്റ്റ് ടൈം നമ്മുടെ ടൈം സ്ക്വയറിൽ ബോൾ ഡ്രോപ്പിംഗ് സെറമണി സ്റ്റാർട്ട് ചെയ്ത വർഷം. You have to keep a time count down. Then only we can, because everybody, I also got the answer from Google within this span of time. So you have to make a time count down. ഇല്ല, അതിനകത്തെ ആദ്യം പൊക്കിയവരുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം കൈപൊക്കുന്ന പൊക്കിയപ്പോ തന്നെ എനിക്ക് ഗോൾ ചെയ്ത് കിട്ടിയായിരുന്നു ആൻസർ. പക്ഷെ കൈപൊക്കിയില്ല. ഞാൻ പൊക്കാനില്ല, കാരണം അത് നോട്ട് ഫെയർ. Okay. 10 seconds count ചെയ്യാം. Once the question is asked, I'll count 10. Yeah. 10 Okay. seconds whoever raises That will hand. be helpful. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് കൈ പൊക്കിയവരൊക്കെ ഒന്ന് കൈ താത്താവോ? താത്തി കഴിയുമെന്ന് പറഞ്ഞേക്കണം നിഷ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ താത്തിയിട്ടുണ്ട്. Go ahead. ഓക്കെ, അടുത്തതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇനി ഗൂഗിൾ ഒന്നും തപ്പാതെ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. നമ്മള് സാധാരണയായിട്ട് എല്ലാവരെയും ഈ ക്രിസ്മസ് ടൈമിൽ വിഷ് ചെയ്യുന്നത് മെറി ക്രിസ്മസ് അല്ലെ? മെറി ക്രിസ്മസ് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരെയും വിഷ് ചെയ്യുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡു യു സേ മെറി ക്രിസ്മസ് ഇൻ സ്പാനിഷ്? ആരാണ് ആദ്യം കേൾക്കുന്നത്? ചോദ്യം കേട്ടില്ല. ആദ്യം കൈവക്കിയത് നമ്മുടെ MC ആണ്, പക്ഷേ സൂമിൽ ആരും കൈവക്കിയിട്ടില്ല. ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഹൗ ഡു യു സേ മെറി ക്രിസ്മസ് ഇൻ സ്പാനിഷ്? ഓക്കെ, ആരാണ് ഉത്തരം പറഞ്ഞത്? അതെ, ഷാനുവാണ്. പക്ഷേ അതിന് നമ്മളെ ഈ കൈ പൊക്കിയ ആൾക്കാർ ആരും ഇതിന് മറുപടി അവർക്കൊരു ചാൻസ് കൊടുത്തില്ല. അതിനു മുമ്പ് ആൻസർ പറഞ്ഞു. അപ്പൊ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്, കൈ പൊക്കുന്നത് സൂമിൽ കൈ പൊക്കുക, അത് കഴിഞ്ഞ് നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ മാത്രം ആൻസർ പറയാം. അപ്പൊ അത് ഡിസ്ക്വാളിഫൈ ആ ക്വസ്റ്റ്യൻ അല്ല, ക്രിസ്മസിന് കിട്ടി. അതൊരു ഫേമസ് പാട്ട് തന്നെയുണ്ട്, ഫെലിസ് നവിഡാഡ്. അപ്പൊ എല്ലാവർക്കും ഫെലിസ് നവിഡാഡ് പാട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടുപേര് പാടിയാൽ കൊള്ളായിരുന്നു. നമ്മുടെ ആൻസി ചേച്ചി ഉണ്ടല്ലോ, ആൻസി ചേച്ചി ഒന്ന് പാടാമോ? ആൻസി ചേച്ചി കോൾഡ് ആയിട്ടിരിക്കുവാണ്. പാടാനോ? എന്റെ ലൈനൊക്കെ പാടാൻ. ആൻസി, ഡു യു വാണ്ട് ടു ട്രൈ? അയ്യോ, ശബ്ദം കേട്ടിട്ട് വേണ്ട എങ്കില്. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, കൈ പൊന്തിച്ച് കഴിയുമ്പോൾ റേസ് ഹാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അനീഷ് പേര് വിളിക്കും, അവര് മാത്രം ആൻസർ പറയാൻ ശ്രമിക്കാടാ. നമ്മള്
സൂം ആയതുകൊണ്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതിനും ഒരു അപ്പോളജി ഉണ്ട്. ബട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ, നമ്മൾ ഈ January 1st എപ്പോഴും ന്യൂ ഇയർ ആയിട്ടാണ് നമ്മൾ, അത് ഭയങ്കര ഫേമസ് അല്ല. January 1st എന്ന് പറയുന്നത് ന്യൂ ഇയർ ഡേ ആണ്. പക്ഷെ ചോദ്യം ഇതാണ്, വിച്ച് കൺട്രി ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഓൺ January 1st? There is one country which gained independence on January 1st. It is actually 1803. ഏത് കൺട്രി ആണെന്ന് അറിയോ? ഗൂഗിൾ ചെയ്യാൻ സമയമില്ല. ആരെങ്കിലും എണ്ണുന്നുണ്ടോ? കൗണ്ട് ചെയ്യൂ. 1, 2, 3, 4, 5, 6, 7, 7. പിന്റോടെ കൈ പൊങ്ങിയിട്ടുണ്ട്. 80 ആണോ? ഓ, പിന്റോ വളരെ ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന ആളാണെന്നാണോ? കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ്, 80 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യന് ഇതാണ്. നമ്മള് എല്ലാവരും ഈ പിള്ളേർക്കൊക്കെ ആണെച്ചാൽ വളരെ ഇതാണല്ലോ, നമ്മുടെ ഈ സാന്റ വരുന്നത് എപ്പോഴും ഈ റെയിൻഡിയറിന്റെ സ്ലേയിലാണല്ലോ. പക്ഷെ ചോദ്യം ഇതാണ്, ഹൗ മെനി റെയിൻഡിയർ പുൾ സാന്റാ സ്ലേ? എത്ര റെയിൻഡിയേഴ്സ് ഉണ്ടെന്ന് അതില്? 1, 2, 3, 4, 5, 6, 7. പിന്റോ വീണ്ടും കൈ പൊക്കി. പിന്റോ അടിച്ചുകൊണ്ട് പോകണല്ലോ. സമ്മാനേക്ക് വന്നേക്കണേ. 8. അത് തെറ്റിയില്ല പിന്റോ. അപ്പൊ തെറ്റിയെങ്കിൽ നമുക്ക് ജിൻസ് മാറ്റിയോ, റോസ്ലിയിലേക്ക് പോകാം. റോസ്ലി എന്തിയെ? അൺമ്യൂട്ട് യുവർസെൽഫ്. Oh, sorry. 8 ഇപ്പം പറഞ്ഞു തോന്നുന്നു. 8 ആണ് പറഞ്ഞത്. 8 ആൻസർ കറക്റ്റ് അല്ല. ജോൺസൺ ചേട്ടനാണ് കൈവക്കിയിരിക്കുന്നത്. 10. ഓ, മിസ്സായി. അടുത്ത ആളിലേക്ക് പോവാം. ഇനി ആരെങ്കിലും ഉണ്ടോ? അടുത്ത പിന്റോ ഉണ്ട്, ആൻസി ഉണ്ട്. പറഞ്ഞോ. ആൻസി ചേച്ചി കൈവക്കിയിട്ടുണ്ട്. അല്ല, സോറി, ആൻസി ചേച്ചി 9 ആണ് കറക്റ്റ് ആൻസർ. 8ഉം 10ഉം പറഞ്ഞു, പക്ഷെ 9 ആയിരുന്നു കറക്റ്റ് ആൻസർ. ആർക്കെങ്കിലും ഇത് ഉള്ള ചോദ്യമല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നത്, അതിൽ പേരുകൾ അറിയോ ഈ റെയിൻഡിയേഴ്സിന്റെ? നമ്മുടെ ഇതില് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചാടിക്കറി പറഞ്ഞാൽ, പക്ഷെ പേരുകൾ അറിയോ? വളരെ രസകരമായിട്ടുള്ള പേരുകളാണ്. അന്ന് പറഞ്ഞേക്ക്, ഞങ്ങൾ കേൾക്കാമല്ലോ. അതിന്റെ പേരുകൾ എങ്ങനെയൊക്കെയാണ്? ഡാഷർ, ഡാൻസർ, പ്രാൻസർ, വിക്സൺ, കോമറ്റ്, ക്യൂപ്പിഡ്, ഡോണർ ആൻഡ് ബ്ലിറ്റ്സൺ. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള പേരുകളാണ്. 9 ആയില്ലല്ലോ. അത് ഈ ഡാഷർ, ഡാൻസർ, പ്രാൻസർ എല്ലാം പിന്നോ കറക്റ്റ് എണ്ണിക്കൊണ്ടിരിക്കണോ? ഞാൻ എല്ലാത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല, ഞാൻ അറിയാവുന്ന പേരുകളാ പറഞ്ഞത്. ഫേമസ് ഒരാളുണ്ട്, റുഡോൾഫ്. അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ 9 ആയില്ലേ? ഇല്ല, 9 ആയി കാണും. അതെ, സീക്വൻസ് മാറിപ്പോയി. ജെയ്സൺ ഇത് പറഞ്ഞപ്പോ ഓർമ്മ വന്നത്, പണ്ട് ഈ കല്യാണം കേട്ടിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയി ഈ വേദോപദേശം കേൾപ്പിക്കണല്ലോ അച്ഛന്റെ അടുത്ത്. അപ്പൊ അച്ഛൻ ചോദിച്ചു 10 കൽപ്പന എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു 16 ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വന്ന് 35 വരെയും പറഞ്ഞു, എന്നിട്ട് ഞാൻ സമ്മതിച്ചില്ല, വേറെ വല്ലതും പറയാന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത് പോകുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കണം കേട്ടോ. അതെ, അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. നമ്മള് ഈ ന്യൂ ഇയർ പല കൺട്രിയിലും നമ്മുടെ ഈ ടൈം സോൺ കാരണം പല സമയത്താണല്ലോ ന്യൂ ഇയർ വരുന്നുണ്ടാവുക. പക്ഷെ ചോദ്യം ഇതാണ്, വിച്ച് ഈസ് ദ കൺട്രി ടു എൻറ്റർ ദ ന്യൂ ഇയർ ഫസ്റ്റ്? ഏത് രാജ്യമാണ് ആദ്യമായിട്ട് ന്യൂ ഇയറിലേക്ക് കടക്കണമെന്ന് അറിയൂ? ബിജോയ് വി എന്ന് പറഞ്ഞ ഒരാൾ കൈപ്പൊക്കിയിട്ടുണ്ട്. എന്താ കേട്ടില്ല? പറയാട്ടോ. ബിജോയ് പറയൂ. അല്ല, ന്യൂസിലാൻഡ് അല്ല. അത് കഴിഞ്ഞുള്ളത് കൈപ്പൊക്കിക്കുന്നത് ജോൺസൺ ചേട്ടനാണ്. ഓസ്ട്രേലിയ അല്ല.
ഗൂഗിൾ ചെയ്യാൻ ഇനി സമയമുണ്ട്. ഗൂഗിൾ ചെയ്യാൻ സമയമുണ്ട്. പിന്റെ പൊക്കിയിട്ട് പിന്നെ നന്നായിട്ട് ഗൂഗിൾ ചെയ്യുന്നുണ്ട് ഇവിടെ, പെട്ടെന്ന് ഫാസ്റ്റ്. പിന്നെ ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്, അതാണ്. അതല്ല, ബിന്ദുവെ സഹായിക്കാൻ ആളുണ്ട് അവിടെ. സൈഡിൽ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഇത് കിരിട്ടിമട്ടി. ഓ, അത് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണല്ലോ. അതെ, ഗൂഗിളാ. അത് ഈ ടോങ്ക എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ പേര് കിരിട്ടിമെട്ടി കിബാട്ടി എന്നൊക്കെ പറയും. പസഫിക് ഓഷ്യനിലെ ഐലൻഡ്സ് ആണ് അതൊക്കെ. അവിടെയാണ് ആദ്യമായിട്ട് ന്യൂ ഇയർ എത്തുന്നത്. പിന്റോയ്ക്ക് പ്രോത്സാഹന സമ്മാനമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മള് ഈ സാന്റാക്ലോസ് ഒരുപാട് ഫേമസ് ആണല്ലോ, പക്ഷെ ദർ ഈസ് നമ്മുടെ ഒരു US സ്റ്റേറ്റില് ദർ ഈസ് എ ടൗൺ കോൾഡ് സാന്റാക്ലോസ്. അത് ഏത് സ്റ്റേറ്റിലാണെന്ന് അറിയോ? 1 2 3 4 5 6 7 8 9 10. പ്രോവിൻസ് ഇല്ല. അവിടെ പ്രോവിൻസ് ഇല്ല. That was a good one. Pinto, Google the expert. അതെ, ഇന്ത്യനെയാണോ? വിൻഡോ അടിച്ചു കയറുകയാണ്. മൊത്തമായിട്ട് സമ്മാനം അടിച്ചോണ്ട് പോകണല്ലോ. സമ്മാനം ഗൂഗിളിനാ കൊടുക്കട്ടെ. സമ്മാനം പെർഫ്യൂം ആണോ? ജിൻസും കൈവക്കിയായിരുന്നു, പക്ഷെ പിന്റോ കറക്റ്റ് ആൻസർ പറഞ്ഞത് കൊണ്ട് ലെറ്റ്സ് മൂവ് ഓൺ. നമ്മള് ഈ ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് ഇൻ സ്പെയിൻ ദർ ഇസ് 12 ടൈപ്പ് ഓഫ് ഫുഡ് ഈസ് ഈറ്റൺ അറ്റ് മിഡ് നൈറ്റ് ഓൺ ന്യൂ ഇയേഴ്സ് ഈവ് ഫോർ ഗുഡ് ലക്ക്. സ്പെയിനിലൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ആചാരമാണ്. ഒരു 12 ടൈപ്സ് ഓഫ് ഫുഡ് ഈസ് ഈറ്റൺ അറ്റ് മിഡ് നൈറ്റ് ഓൺ ന്യൂ ഇയേഴ്സ് ഈവ്. അത് എന്ത് ടൈപ്പ് ഫുഡ് ആണെന്ന് അറിയോ? ഒരു പ്രത്യേക ഇതിന്റെ 12 ടൈപ്പിലുള്ള സംഭവമാണ് അവർ കഴിക്കുന്നത്. കൈവക്കിയിട്ടുണ്ട്. ഓക്കെ, ഗ്രേപ്സ് ആണ് കറക്റ്റ് ആണ് ആൻസർ. 12 ടൈപ്പിലുള്ള ഗ്രേപ്സ് ആണ് സ്പെയിൻകാര് ന്യൂ ഇയർ ഈവില് ഗുഡ് ലക്ക് വരാൻ വേണ്ടി കഴിക്കുന്ന സാധനം. ബുദ്ധിയുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടല്ലേ? നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ഗൂഗിൾ അല്ലാന്ന് മനസ്സിലായി. ഓക്കെ, അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മള് ഈ സാധാരണ കാരൽസ് ഇങ്ങനെയൊക്കെ പാടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടല്ലേ സൈലന്റ് നൈറ്റ്. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വേർഡ് ഫോളോ സൈലന്റ് നൈറ്റ് ഇൻ ദാറ്റ് സോങ്? ഇത് 3 സെക്കൻഡ്സിൽ പറയണം കേട്ടോ. ആരെങ്കിലും കൈ പൊന്തിച്ചുണ്ടോ 3 സെക്കൻഡ്സിൽ? എങ്ങനെയാ? 2 വേർഡ് പറയും. ഹോളി നൈറ്റ്. അത് ഞാൻ പറഞ്ഞു, അത് ഈസി ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഹോളി നൈറ്റ് ആണ്. എന്റെ അടുത്തിരുന്ന ആളെ പറഞ്ഞു തീർന്നപ്പോഴേ ആൻസർ പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്കത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേണ്ടിയില്ല. പറഞ്ഞോ ഹോളി നെക്സ്റ്റ് വേർഡാ ചോദിച്ചത്, അതുകൊണ്ട് ഹോളി എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആണ്. പക്ഷെ ഇതില് ഈ കൂട്ടത്തില് ജാനുവരി ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ ബർത്ത്ഡേ ജാനുവരി ആണ്. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ അല്ല, വേണേ ആക്കണേ ആക്കാം. ബിജോയുടെ ഉണ്ട്. ആരോ കൈ പൊന്തിച്ചിട്ടില്ല, കൈയൊന്നും താത്തി. എന്റെ അല്ലേ, ഞാൻ ബിജോയുടെ പറയാനായിട്ട്. ഓക്കെ. പക്ഷെ ജാനുവരി ആണോ? അല്ല, ബിജോയ് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വരൂ. ബിജോയുടെ ബർത്ത്ഡേ എന്നാണ്? ജാനുവരി 6-ാം തീയതി. ഞാൻ ജാനുവരി 5th ആണ്. ഒരു ദിവസം മൂത്തോ? അതെ, ഞാൻ ഒരു ദിവസം മൂത്താണ്. ഞാൻ ജാനുവരി 5 ആണ്, ബിജോയ് ജാനുവരി 6 ആണ്. അപ്പൊ ബിജോയ് ആൻസർ പറയരുത് കേട്ടോ ഇതിന്. ബാക്കിയുള്ളവർക്ക് ആൻസർ പറയാം. ഓക്കെ, which star sign would you be if you are born on New Year's Day? അറിയോ? ഏത് സ്റ്റാർ ആയിരിക്കും അറിയോ? ന്യൂ ഇയേഴ്സ് ഡേ ആണ് ബോൺ ചെയ്തെങ്കിൽ. കാപ്രിക്കോൺ. ആരാണ് പറഞ്ഞത് ആൻസർ? ആൻസി ചേച്ചിയും പിന്റോ ആണ്. ഒന്ന് ഇങ്ങനെ അടിച്ചടിച്ചോണ്ട് നിൽക്കാണ്. എന്നാൽ അവസാനത്തെ 2 ചോദ്യങ്ങളോട് ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കും. ഇനി കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല.
നമ്മൾ നേരത്തെ ഈ ബോൾ ഡ്രോപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇതില് 2 വർഷം ഇത് തുടങ്ങിയതിന് ശേഷം there are 2 years ടൈം സ്ക്വയറിൽ ബോൾ ഡ്രോപ്പ് ഉണ്ടായിരുന്നില്ല. Which 2 years did the Times Square New Year Eve ball did not drop? അത് ആൻസർ പറയുന്നവര് അതിന്റെ റീസണും കൂടെ പറഞ്ഞാൽ കൊള്ളായിരിക്കും. കോവിഡ് മൂലം 2020. ജോൺസൺ ചേട്ടൻ കൈവക്കിയിട്ടുണ്ട്, ബിജോയ് കൈവക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2020 and 2021 due to COVID. അത് രണ്ടും ബോൾ ഡ്രോപ്പിംഗ് ഉണ്ടായിരുന്നു ആ കൊല്ലങ്ങളില്. ആൾക്കാർ പോയില്ല എന്നുള്ളൂ. 11 ആളുകൾ ഉണ്ടായിരുന്നില്ല. ബിജോയ്ക്ക് ആൻസർ ഉണ്ടോ? എനിക്ക് വേണേ വേൾഡ് വാർ 1 and 2 സമയത്താണ്. വർഷം അറിയോ? അതിന്റെ ഏകദേശം കറക്റ്റ് ആണ്, പക്ഷെ വർഷം ഏതാണെന്നറിയോ? I think 42 and 46. ഓ, ബിജോയ് ആള് വിചാരിച്ച മാതിരി അല്ല കേട്ടോ. 42 and 43 ആണ്. വേൾഡ് വാർ 2 കാരണമാണ് അന്ന് ബോൾ ഡ്രോപ്പിംഗ് ഇല്ലാതിരുന്നത്. ഓക്കെ, അടുത്ത ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ സാന്റാക്ലോസ് ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ഒരു കമേഴ്ഷ്യലൈസ് ചെയ്തിരിക്കല്ലേ. എല്ലാം കമേഴ്ഷ്യലൈസ് ചെയ്ത് ഈ കംപ്ലീറ്റ് ആഡ്സും എല്ലാം വന്നിട്ട് ആകെ ആ ഒരു ക്രിസ്മസിന്റെ ശരിക്കായിട്ടുള്ള മീനിങ് തന്നെ മാറിപ്പോയി. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഏത് കമ്പനിയാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഈ സാന്റാക്ലോസിനെ ആഡിൽ അവരുടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്തു? സാന്റാക്ലോസിന് ഏത് കമ്പനിയാണ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത്? ഹാൾമാർക്ക് അല്ല, എനിക്ക് തോന്നുന്ന ഒരു ഡ്രിങ്ക്. അതേ ഒരു ക്ലൂ കൂടെ തന്നു. ഒരു ഡ്രിങ്ക് ആണത്. ആൻസി ചേച്ചി കൈവക്കിയിട്ടുണ്ട്. കൊക്കക്കോള. ഓ, ആൻസി ചേച്ചി സമ്മാനം അടിച്ചിട്ടുണ്ട് പ്രാവശ്യം. ഓക്കെ, ഞാൻ ഇതോടെ നിർത്താണ്. ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ ഇനിയും ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ നല്ലൊരു നമ്മള് ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്നെങ്കിലും അതിന്റെ കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നുള്ളത് തന്നെ നല്ലൊരു ഇതാണ്. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് അറിയായിരിക്കും, പക്ഷെ നമ്മളും ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക എന്നുള്ളത് നല്ലതാണ്. പിന്റോ ആൻഡ് ആൻസി ചേച്ചിയാന്ന് തോന്നുന്നു വിന്നേഴ്സ് ഇപ്രാവശ്യത്തെ. ഞാൻ ഫസ്റ്റ് ലേഡിക്ക് കൊടുത്തേക്കുന്നു പ്രൈസ്. ഓക്കെ, ഫസ്റ്റ് ലേഡി ആഡ് ചെയ്തു ആക്ച്വലി. താങ്ക് യു. It was fun though. നല്ലൊരു പറ്റില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് പാട്ടുപാടാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. It was very nice, a different feeling. Yeah, it was nice. Good job, Jason. Okay, thank you. Back to you. Thank you. Thank you, Mr. Jason Kalyangra, for such a fun and interactive session. എല്ലാവരും ഇൻവോൾവ് ആയി, എല്ലാവരും ഒന്ന് എണീറ്റു. കണ്ട് എനിക്ക് തോന്നുന്നു the pace was going slow, but you definitely brought us back. And ഈ questions ഒന്ന് എനിക്ക് രണ്ട് ആൻസേഴ്സ് എനിക്ക് അറിയത്തുള്ളായിരുന്നു. So thank you so much. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അടുത്തത് for vote of thanks and to conclude the program, I am going to invite Mrs. Sanjay. ഒരു സെക്കൻഡ്, before going to the vote of thanks, I just want to update and apologize for Father Joseph Puthambarakil. He been trying to get in. Unfortunately, he was in ഒരു ഗ്രാമത്തിലെങ്ങാണ്ടാണ് ഇന്ന് പുള്ളിക്ക് ധ്യാനമുള്ളത്. അവിടുന്ന് അവരുടെ ആ പള്ളിയിൽ നെറ്റ് കണക്ഷൻ വളരെ പൂറായതുകൊണ്ട് ആണ് പുള്ളിക്ക് കയറാൻ പറ്റാഞ്ഞത്. അദ്ദേഹം കയറാൻ പറ്റാഞ്ഞതിൽ അച്ഛന് വളരെ പ്രയാസമുണ്ട്. ഒരു അപ്പോളജി നിങ്ങളോടെല്ലാം പറയണമെന്ന് പ്രത്യേകം പറഞ്ഞു. So he said he will make it up in some other day. He will make sure that he is in town somewhere where he can have a good connection, Wi-Fi ulla salathu veche, he will make it up for us. So achchanu vendiittu ഒരു അപ്പോളജി നിങ്ങളെല്ലാം അറിയിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിലിന്റെ അമേരിക്ക റീജിയന്റെ പേരിലും ഒരു അപ്പോളജി. I know you guys were all looking forward to hearing his good message and good humor. A lot of jokes we were expecting. Definitely, since we missed it today, we're going to make it up for you guys in another program. The next program that we have, we will definitely schedule him, because this was a chance that everybody was waiting for. Unfortunately, it didn't happen because of the internet situation in India. So thanks again. Sorry, I'm the apologies from America region. Unfortunately, the technology did not cooperate with us.
Okay, we'll go to the vote of thanks now. All right. Yeah, definitely. Another day we have to get him. For vote of thanks night, I'm inviting Mrs. Shanta Pillai, American Region Vice Chairman. താങ്ക് യു ഷിഡോ. ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ ഇവിടെ വന്നില്ല എങ്കിലും ഐ ജസ്റ്റ് വാണ്ട് ടു റെസ്പെക്ട് ഹിം ആൻഡ് ഗിവ് ഹിം മൈ റെസ്പെക്ട് ആൻഡ് നന്ദി. വരാൻ പറ്റിയില്ലെങ്കിലും പറയുകയാണ്. ഞാൻ ഇങ്ങനെ കേൾക്കാനായിട്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. പല പ്രാവശ്യം പലരും എന്നോട് പറഞ്ഞു നല്ല സ്പീച്ച് തരുന്ന ഒരു ഫാദറാണെന്നും അതിന് ആകാംക്ഷയോട് ഞാൻ ഇരിക്കുകയായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് പ്ലേബാക്ക് സിംഗർ രഞ്ജിനി ജോസഫ്, വേൾഡ് മലയാളി കൗൺസിൽ, ഗ്ലോബൽ, റീജിയണൽ, പ്രൊവിഷണൽ ലീഡേഴ്സ്, മെമ്പേഴ്സ് ആൻഡ് ദിയർ ഫാമിലീസ് എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. WMC അമേരിക്ക റീജിയന്റെ ക്ഷണമനുസരിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ പറയാൻ പറ്റാതെ പോയി എങ്കിലും അദ്ദേഹത്തിന് ഞാൻ ഫാദർ റവറൻഡ് ജോസഫ് പുത്തൻപുരയ്ക്കലിന് എന്റെയും സ്വന്തം പേരിലും അമേരിക്ക റീജിയന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാം പ്രിയമുള്ള സിംഗർ രഞ്ജിനി ജോസ് WMC അമേരിക്ക റീജിയന്റെ പേരിലും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വെൽക്കം സ്പീച്ച് ചെയ്ത മിസ്റ്റർ അനീഷ് ജെയിംസ്, ജനറൽ സെക്രട്ടറി, അമേരിക്ക റീജിയൻ ചെയർമാൻ അഡ്രസ് ചെയ്ത മിസ്റ്റർ ചാക്കോ കോയിക്കലേത്ത്, പിന്നെ നമ്മുടെ എല്ലാമായ പ്രസിഡന്റ് അഡ്രസ് ചെയ്ത മിസ്റ്റർ ജോൺസൺ തലച്ചല്ലൂരിനും അമേരിക്ക റീജിയന്റെയും എന്റെയും പേര് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ഫെസിലിറ്റേഷനായിട്ട് ചെയ്ത മിസ്റ്റർ പിന്റോ കണ്ണമ്പള്ളി, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി, മിസ്റ്റർ ഫിലിപ്പ് തോമസ്, അമേരിക്ക റീജിയൻ അഡ്വൈസറി ബോർഡ് ചെയർമാൻ, മിസ്റ്റർ ഗിബ്സൺ മാത്യു ജേക്കബ്, VP ഓർഗനൈസേഷൻ, അമേരിക്ക റീജിയന്റെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പരിപാടി എല്ലാം ഭംഗിയായി നടന്നു. അത് വളരെ മെലോഡിയസ് പാട്ടുകൾ പാടി എല്ലാവരെയും ആനന്ദത്തിൽ ആറാടിച്ച Alexander Papasan from North Texas Province, Tina Sam Matthew from North Texas Province, Sandra Maria Amritalis, Evelyn Binois, singing sisters from North Texas Province, duet song Angela and Abel Sony from Florida Province. അമേരിക്ക റീജിയന്റെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമുക്ക് കളർഫുൾ ഡാൻസുകൾ കാഴ്ചവെച്ച മലിനി നായർ ഗ്രൂപ്പ്, ഓൾ വുമൻസ് പ്രോവിൻസ് ന്യൂ ജേഴ്സി, ഗ്രൂപ്പ് ഡാൻസ് ഫ്രം ബ്രിട്ടീഷ് കൊളംബിയ പ്രോവിൻസ്, ഗ്രൂപ്പ് ഡാൻസ് ന്യൂയോർക്ക് പ്രോവിൻസ്, ഗ്രൂപ്പ് ഡാൻസ് ഫ്രം ഹ്യൂസ്റ്റൺ പ്രോവിൻസ്, ഗ്രൂപ്പ് ഡാൻസ് ഫ്രം ആൽബർട്ട പ്രോവിൻസ്. എല്ലാവർക്കും എന്റെ അമേരിക്ക റീജിയന്റെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമുക്കൊരു പുതിയ ക്രിസ്മസ് ന്യൂ ഇയർ ജപ്പടി ചെയ്ത ജെയിംസിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടികൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. I also express my thanks to all the executive committee members who worked hard to coordinate this great program. I also thanks our WMC members and their families to make this program successful. Thank you all. Good night. Special thanks to Shanu for the technical support and coordinating. Shanu for technical support and MC Shino. She did a wonderful job. Really, Absolutely. without Yes. her, we could do Yes. it. Yes. Thank she you, did a great Shino. job.